നെക്സ്റ്റ് നമുക്ക് ഫോർവേഡ് കോൺട്രാക്ട്സിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. സോ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. രണ്ട് മെയിൻ അഡ്വാൻറ്റേജസ് ആണ് ഇതിലുള്ളത്. ഒന്ന്, ഫിക്സസ് പ്രൈസസ് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് റേറ്റിൽ പ്രൈസ് ലോക്ക് ചെയ്യാണ് ആക്ച്വലി ഫോർവേഡ് കോൺട്രാക്ട്സ് വഴി ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിൽ എൻ്റർ ചെയ്ത ഡേയും അത് ഡെലിവർ അല്ലെങ്കിൽ നടപ്പാക്കേണ്ട ഡേയിനും ഇടയിലുള്ള ആ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻ്റെ എഫക്റ്റ് കുറയ്ക്കുക, അത് മാത്രമാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ അത് തന്നെയാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ പറഞ്ഞു ഹെഡ്ജിങ്ങും സ്പെക്കുലേഷനും. പാർട്ടിസിപ്പൻസ്, ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് നോക്കിയപ്പോൾ തന്നെ മെജോറിറ്റി ഓഫ് പാർട്ടിസിപ്പൻസ് ആർ ഹെഡ്ജേഴ്സ്, എന്ന് വെച്ചാൽ ദോസ് ഹു ജസ്റ്റ് വാണ്ട് ടു കവർ ദ റിസ്ക്. പിന്നെ സ്പെക്കുലേഷൻ, നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള പ്രൈസ് ചേഞ്ചസ് വെച്ചിട്ട് അതിൻ്റെ രീതിയിലൊരു സ്പെക്കുലേറ്റീവ് പർപ്പസ് വഴി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് പാർട്ടിസിപ്പൻസ്. സോ ഹെഡ്ജിങ്ങും സ്പെക്കുലേഷനും പോസിബിളാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ, എസ്പെഷ്യലി ഫോർവേഡ് മാർക്കറ്റിൽ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ്. 3 കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജ് ആയി പറയുന്നത്. ഒന്ന്, ലാക്ക് ഓഫ് സെൻട്രലൈസേഷൻ ഓഫ് ട്രേഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് ഷെയർസ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതെങ്കിൽ ഒരു ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്ന ഒരു സംവിധാനം നടുക്കുണ്ട്. അപ്പോൾ ബയ്യർ ആരാ സെല്ലർ ആരാന്ന് നമുക്കറിയില്ല. നമ്മൾ ബൈ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യുന്നു, ഡെബിറ്റിംഗ് ആൻഡ് ക്രെഡിറ്റിംഗ് ഓഫ് ക്യാഷ് ക്ലിയറിംഗ് ഹൗസ് വഴി റെഡിയായി നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ ഒരു സംവിധാനമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷെ ഇവിടെ 2 വ്യക്തികൾ, ബയ്യറും സെല്ലറും നേരിട്ട് ഉള്ളൊരു കോൺട്രാക്റ്റ് ആയതുകൊണ്ടും എക്സ്റ്റേണൽ റെഗുലേഷൻസോ ക്ലിയറിംഗ് ഹൗസോ ഒന്നും ഇത്തരം ഫോർവേഡ് കോൺട്രാക്റ്റുകളിൽ ഇല്ലാത്തത് കൊണ്ടും ഒരു സെൻട്രലൈസേഷൻ പോസിബിൾ ആകുന്നില്ല. ഒരു സെൻട്രൽ കൺട്രോൾ, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയന്ത്രണ സംവിധാനം പോസിബിൾ ആകുന്നില്ല. അതൊരു വലിയ നെഗറ്റീവാണ്. ഇനി ഇല്ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമുക്ക് കുറച്ച്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുണ്ടായി മുമ്പ്, നമുക്കൊരു 50,000 രൂപ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട്. നമ്മൾ 2 മാസം കഴിഞ്ഞിട്ട് ഒരു 50,000 രൂപയ്ക്ക് ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് വിചാരിക്കൂ. നമ്മുടെ കയ്യിലുള്ള അരി നമ്മൾ ബയ്യർക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് 50,000 രൂപ തരും. ആ രീതിയിലൊരു ഫോർവേഡ് കോൺട്രാക്റ്റ് ഉണ്ട്. നമുക്ക് ഇന്നൊരു 50,000 രൂപ ആവശ്യമുണ്ട്. അപ്പം നമ്മളൊരു ചെക്കൊക്കെ കൊടുക്കുന്ന പോലെ ഈ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് കൊടുത്ത് ആ 50,000 രൂപയുടെ കടം വീട്ടാൻ പറ്റില്ല. 2 മാസം കഴിഞ്ഞ് ഈ കോൺട്രാക്റ്റ് നടപ്പിലായി, അരി എന്ന് പറയുന്ന സാധനം ബയ്യർക്ക് കിട്ടി, അയാൾ കാശ് തരുമ്പോൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഈ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള 50,000 വന്നു ചേരുള്ളൂ. അപ്പം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുമായിട്ട് നമുക്ക് ഈ ഒരു പൈസ മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ ഷെയറൊക്കെ പ്ലഡ്ജ് ചെയ്തിട്ട് പൈസ എടുക്കാൻ പറ്റണ പോലൊരു സംവിധാനം ഫോർവേഡ് കോൺട്രാക്ട്സിലില്ല. അതാണ് ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബയ്യറും ഉണ്ട്, ഒരു സെല്ലറും ഉണ്ട്. പ്രൈസ് ലോക്ക് ചെയ്യുകയാണ് നമ്മൾ. പ്രൈസ് അങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സെല്ലർക്ക് നഷ്ടം വരാം, ചിലപ്പോൾ ബയ്യർക്ക് നഷ്ടം വരാം. അത് പറയാൻ പറ്റില്ല. അത് അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു പ്രൈസ് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ നഷ്ടം സെല്ലറോ ബയ്യറോ വഹിക്കാൻ തയ്യാറാവണം. അപ്പം അങ്ങനെ ഒരു കൗണ്ടർ പാർട്ടി റിസ്ക്, ഈക്വലി ദ ബയ്യർ ആൻഡ് സെല്ലർ ഹാസ് ദാറ്റ് റിസ്ക്. 2 പാർട്ടിയിൽ നമ്മൾ ബയ്യറിനെ ആണെങ്കിൽ സെല്ലറാണ് കൗണ്ടർ പാർട്ടി, സെല്ലറാണെങ്കിൽ ബയ്യറാണ് കൗണ്ടർ പാർട്ടി, എതിർകക്ഷി, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കൗണ്ടർ പാർട്ടി. 2 കൂട്ടർക്കും റിസ്ക് ഉണ്ട്. വിചാരിക്കുന്ന രീതിയിൽ പൈസ കൂടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പൈസ കുറയാണ് ചെയ്തതെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്ത പ്രൈസ് കൊടുക്കുന്നത് നഷ്ടമല്ലേ. അപ്പം അങ്ങനെ ഇനി കണ്ടമാനം കൂടുകയാണെങ്കിൽ ആ ലാഭം കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്ന ആൾക്ക് എന്താവില്ല, ലാഭം ഒട്ട് കിട്ടൂല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരാൾ എന്തായാലും നഷ്ടം വരും എന്നുള്ളത് ഉറപ്പാണ്.
അപ്പോൾ അതിനാണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ ടൈപ്പ് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞത് ഫ്യൂച്ചറാണ്. ഫോർവേഡിനുള്ള പ്രശ്നങ്ങൾ കണ്ട് അതിൻ്റെ നെഗറ്റീവ്സ് മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. സോ ഇതെന്താന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഫോർവേഡ് പോലെ തന്നെ ദിസ് ഈസ് എ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എ ബയർ ആൻഡ് സെല്ലർ ഫോർ എ സ്പെസിഫിക് അസറ്റ് ഓൺ എ ഫിക്സഡ് ഡേറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഇത് സെയിം ആസ് ഫോർവേഡാണ്. ബയറും സെല്ലറും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. ഒരു സ്പെസിഫിക് അണ്ടർലൈങ് അസറ്റ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിൽ ഒരു ഫിക്സഡ് ഡേറ്റ് ഇൻ ഫ്യൂച്ചറിൽ ബയ്യോ സെല്ലോ ചെയ്തോളാം എന്ന് പറഞ്ഞ്. ഇനി വ്യത്യാസം വരുന്നത് ഇവിടെയാണ്. ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ഡെലിവറി ടൈം ആൻഡ് പ്ലേസ് ഫോർ സെറ്റിൽമെൻറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ പ്രശ്നമായിട്ട് പറഞ്ഞത് ഫോർവേഡ് കോൺട്രാക്ട്സ് ഓരോ ബയ്യർക്കും സെല്ലർക്കും അവരുടെ സ്പെസിഫിക് സിറ്റുവേഷനും സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത്തരം സിറ്റുവേഷനിൽ വിട്ട് അതിനെ ഒരു ട്രേഡിംഗ് പർപ്പസസിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ്. ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ലാണ്ടാകുകയാണ് ഫ്യൂച്ചറിൽ. സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. മറ്റതുപോലെ ഫോർവേഡ് പോലെ ഇറ്റ്സ് നോട്ട് ഡിസൈൻ ഫോർ എ സ്പെസിഫിക് ബയർ ആൻഡ് എ സ്പെസിഫിക് സെല്ലർ ഫോർ എ സ്പെസിഫിക് സിറ്റുവേഷൻ. ഒരു പെർട്ടിക്കുലർ ബയ്യർക്കോ ഒരു പെർട്ടിക്കുലർ സെല്ലർക്കോ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സൗകര്യത്തിനുണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റ് അല്ല, മറിച്ച് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഡെലിവറി ടൈമിലും പ്ലേസ് ഫോർ സെറ്റിൽമെൻറ്റൊക്കെ ഏകീകരിച്ചിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഫ്യൂച്ചർ. ഇനി ഏറ്റവും വലിയ പ്രത്യേകത ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാം എന്നാണ്. അണ്ടർലൈങ് അസറ്റ് കമോഡിറ്റി ആയിക്കോട്ടെ, അണ്ടർലൈങ് അസറ്റ് ഷെയർസ് ആയിക്കോട്ടെ, ഡിബഞ്ചേഴ്സ് ആയിക്കോട്ടെ, ബോണ്ട്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ബി ദ അണ്ടർലൈങ് അസറ്റ്, ഫ്യൂച്ചേഴ്സ് ക്യാൻ ബി ട്രേഡഡ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഓൺ ദ പർച്ചേസ് ഓഫ് സെയിൽ ഓഫ് എൻ അണ്ടർലൈങ് അസറ്റ് ഓൺ എ സ്റ്റേറ്റഡ് ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ പ്രൈസ് എഗ്രീഡ് ടുഡേ ആണ്. പക്ഷേ കോൺട്രാക്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആണ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ഡെലിവറി ടൈം ആൻഡ് പ്ലേസ്, ആൻഡ് ഇറ്റ് ക്യാൻ ബി ട്രേഡഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതാണ് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫോർവേഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ഫോർവേഡ് പോലെ തന്നെയാണ്. എയും ബിയും ഒരു നിശ്ചിത നമ്പർ ഓഫ് ഷെയർസ് വാങ്ങിക്കാൻ കോൺട്രാക്റ്റ് വെക്കുന്നു. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ഉണ്ടാവും. അതിൻ്റെ വാങ്ങിക്കൽ വിൽക്കലുകൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് നടക്കുക. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഇടനിലക്കാർ ഇൻ്റർമീഡിയറി ആയിട്ട് വരും. അപ്പോൾ നമ്മളുടെ ഫോർവേഡിനെക്കാട്ടിലും കൂടുതൽ ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ കമോഡിറ്റി ആണ് അണ്ടർലൈങ് അസറ്റ് എങ്കിൽ മാത്രമാണ് ശരിക്കുള്ള പ്രോഡക്റ്റിൻ്റെ ഡെലിവറി നടക്കുന്നത്. അല്ലെങ്കിൽ വ്യത്യാസം വന്ന ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽ ചെയ്ത് അവസാനിപ്പിക്കുന്ന രീതിയാണ് സ്വതവേ ഫ്യൂച്ചറിൽ. ആ പ്രൈസ് ഡിഫറൻസ് സെറ്റിൽ ചെയ്യുക എന്നുള്ള രീതിയാണ് സാധാരണ ഫ്യൂച്ചറിൽ വരാറ്. അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിൻ്റെ പ്രത്യേകതകൾ.